കൂട്ടുകാരെ, മണിതരും മണിത്താറാവുകൾ എന്ന സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മണിത്താറാവിലൂടെ എങ്ങനെയെല്ലാമാണ് വരുമാനം ലഭിക്കുന്നത് എന്നുള്ള വിശേഷങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് താറാവിനും കോഴിക്കും തീറ്റയായിട്ട് കൊടുത്തിട്ടുള്ളത് പോളത്തവിട് വെള്ളത്തിൽ കുഴച്ചാണ് കൊടുത്തേക്കുന്നത്. ഈ പോളത്തവിട് താറാവുകൾക്കും കോഴികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ നല്ല രീതിയിൽ തന്നെ കഴിക്കാറുണ്ട്. അതാ കണ്ടില്ലേ, 4 കോഴിക്കുഞ്ഞുങ്ങൾ മാറി ഭക്ഷണങ്ങളെല്ലാം ബഹിഷ്കരിച്ച് നിൽക്കുന്നതിൻ്റെ കാഴ്ച. വേറെ ഒന്നും കൊണ്ടല്ല അവർ അങ്ങനെ നിൽക്കുന്നത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ കോഴി ഇന്ന് മരിച്ചു പോയായിരുന്നു. എങ്ങനെയാ മരിച്ചതെന്നൊന്നും ഒരു വിവരവുമില്ല. ആ വാർത്ത കേട്ടിട്ട് അവർ ദുഃഖിച്ചു നിൽക്കുന്ന നിൽപ്പായിരുന്നു അത്. നാളത്തേക്ക് ശരിയായിക്കോളും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ പോളത്തവിട് താറാവിനും കോഴികൾക്കും കൊടുക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ പോത്തുകിടാവാണ് കേട്ടോ. ഒരു ദിവസം നോക്കുമ്പോൾ താറാവിനും കോഴിക്കും തീറ്റ കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പോളത്തവിട് പരീക്ഷിച്ച് നോക്കിയത്. ഏതായാലും അത് 100% വിജയകരമായിരുന്നു. ഇപ്പോൾ പോത്തുകിടാവിനേക്കാൾ കൂടുതൽ താറാവും കോഴിയുമാണ് പോളത്തവിട് കഴിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പോത്തുകിടാവിനെ എങ്ങനെയെല്ലാം നോക്കിയാലാണ് നമുക്ക് മികച്ച വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുക, എന്തെല്ലാം സപ്ലിമെൻറ്റ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്, മെഡിസിൻ ഏതൊക്കെ കൊടുക്കണം, അതെല്ലാം അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ദൃശ്യവിരുന്നുകൾ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ.